നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സൗദി പ്രവാസികൾക്കുള്ള ഒരു വീഡിയോ ആണ്. ഇതെപ്പോഴും തുടക്കത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ, അല്ലാത്തൊരു വീഡിയോ കണ്ട് സമയം മെനക്കെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ ചാനലിൽ സൗദി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമല്ല ചെയ്യാറുള്ളത്. പക്ഷേ സൗദി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ തുടക്കത്തിൽ ഇത് പറയാറുണ്ടെന്ന് മാത്രം. ഒരുപാട് 250 പരം വീഡിയോസ് നമ്മുടെ ചാനൽ നിലവിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള വീഡിയോസ് ഉണ്ട്. അതെല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേലിസ്റ്റായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചാനലിൽ. അപ്പോൾ സൗദി റിലേറ്റഡ് എന്നുള്ളത് ഒരു പ്ലേലിസ്റ്റിനകത്ത് ഇവിടുത്തെ സൗദി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം തന്നെ അതിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം കഴിഞ്ഞ 2 ദിവസം മുമ്പ് ചെയ്ത ഒരു വീഡിയോ ആണ്. നമ്മൾ Stcpayയുടെ വിസ കാർഡിനെ കുറിച്ച്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ STCയുടെ ഡിജിറ്റൽ കാർഡ് റിഡീം ചെയ്ത് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അന്ന് നമുക്ക് ഫിസിക്കൽ കാർഡിന് അപ്ലൈ ചെയ്യാനൊരു ഓപ്ഷൻ ലഭിച്ചിരുന്നില്ല. ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫിസിക്കൽ കാർഡിൻ്റെ ഓപ്ഷൻ എനേബിൾ ആവുന്നുണ്ട്. പക്ഷേ ഇത് ഇന്നലെ തന്നെ ഏകദേശം 2 ദിവസം കൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു ഓപ്ഷന് നിലവിൽ ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫിസിക്കൽ കാർഡ് ആവശ്യമുള്ളവർക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. അതുകൂടാതെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ട് ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള സംശയങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഫിസിക്കൽ കാർഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഡിജിറ്റൽ കാർഡ് ചെയ്ത അതേ ഒരു മെത്തേഡ് തന്നെയുള്ള കാർഡുകൾ തന്നെയാണ് നമുക്ക് മാനുവലായിട്ട് ഉള്ള കാർഡുകൾ ലഭിക്കുക. 3 രീതിയിലുള്ള കാർഡുകളാണ് ഇതിലുള്ളത്. അത് കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്. ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ക്ലാസിക് എന്ന കാർഡും പിന്നെ പേയ്മെൻറ്റ് കൊടുത്തിട്ട് വാങ്ങാവുന്ന പ്ലാറ്റിനം, സിഗ്നേച്ചർ എന്നീ 2 കാർഡുകളാണ്. അപ്പോൾ കാർഡിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഓഫറുകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾക്ക് എങ്ങനെ ഈ ഒരു ഫിസിക്കൽ കാർഡിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിലവിലെല്ലാവരും തന്നെ ഡിജിറ്റൽ കാർഡ് എടുത്തിട്ടുണ്ടാവും. നോ പ്രോബ്ലം, നമുക്ക് ഈ ഒരു കാർഡിനും കൂടെ ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാർഡ് നമുക്ക് കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാങ്ക് കാർഡൊക്കെ യൂസ് ചെയ്യുന്ന അതേ രീതിയിൽ STCയുടെ വിസ കാർഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന്, പല ആളുകളും ചോദിച്ച കുറച്ച് സംശയങ്ങളുണ്ട്. അതിൽ ഒന്നാമതായിട്ട് ചില ആളുകൾ ചോദിച്ചതാണ്, ഇപ്പോൾ നമ്മൾ ഈ കാർഡ് കൊണ്ട് എന്താണ് ബെനിഫിറ്റ്, കാർഡ് ഇതിൽ ഡിജിറ്റൽ കാർഡായി വെച്ചിട്ട് നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കും, Stcpay വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നിലവിൽ Stcpayയിൽ QR കോഡ് പേയ്മെൻറ്റ് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അതായത് നമ്മളെ ആപ്പിൾ വാലറ്റൊക്കെ യൂസ് ചെയ്യുന്ന പോലെ വൈഫൈ വയർലെസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ, അതായത് NFC മോഡിൽ ഉള്ള ട്രാൻസാക്ഷൻ നിലവിൽ Stcpayയിൽ ആക്റ്റീവ് അല്ല. വൈകാതെ വരും, നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ Stcpayയിൽ നിന്ന് നമ്മളൊരു പേയ്മെൻറ്റ് ചെയ്യുന്നത് നമുക്ക് QR കോഡ് സ്കാൻ ചെയ്തിട്ട്, ഇപ്പോൾ നാട്ടിൽ വാലറ്റുകൾ യൂസ് ചെയ്യുന്നവർക്കറിയാം, പേടിഎം, ഫോൺ പേ പോലത്തെ വാലറ്റുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ QR കോഡ് സ്കാൻ ചെയ്തിട്ട്, ഇപ്പോൾ ഷോപ്പിൽ QR കോഡ് അവർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സൗദിയിൽ തന്നെ Stcpayയുടെ പല ഔട്ട്ലെറ്റുകളും Stcpay പേയ്മെൻറ്റ് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ സാസ്കോയുടെ പമ്പിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവർ ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വയർലെസ് പേയ്മെൻറ്റ് Stcpayയിൽ നടക്കില്ല. പക്ഷേ ഈ ഒരു കാർഡ് ഉള്ളവർക്ക് ഈ കാർഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൾ വാലറ്റിലും, അതുപോലെ ഇനി ഐഫോൺ യൂസ് ചെയ്യാത്തവർക്കാണെങ്കിൽ മദാപേ എന്നൊരു ആപ്പുണ്ട്. അതും വൈഫൈ ട്രാൻസാക്ഷന് പറ്റുന്ന ഒരു ആപ്പാണ്. അതിലും ഈ കാർഡ് STCയുടെ കാർഡ്, മാനുവൽ കാർഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിജിറ്റൽ കാർഡ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന്, ചില ആളുകൾ ചോദിച്ചത് ഇത് ക്രെഡിറ്റ് കാർഡ് പോലെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ക്രെഡിറ്റ് കാർഡല്ല, പ്രീപെയ്ഡ് കാർഡാണ്. നമ്മുടെ STC പാലറ്റിൽ ക്യാഷ് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ക്രെഡിറ്റ് കാർഡ് ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പണം ബാങ്കിലേക്ക് അടക്കുന്നത്. 1 മാസത്തിനകത്ത് നമ്മളത് പേയ്മെൻറ്റ് അടച്ചാൽ മതി. പക്ഷേ ഇത് നമ്മുടെ പ്രീപെയ്ഡ് ടൈപ്പാണ്. അതായത് നമ്മുടെ വാലറ്റിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പർച്ചേസ് ചെയ്യാൻ രീതിയിലുള്ള ഒരു രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ചില ആളുകൾ ചോദിച്ചതാണ് ഈ ഒരു കാർഡിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് പൈസ ആഡ് ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ Stcpayയിൽ ബാലൻസ് എത്രയുണ്ട് ആ ബാലൻസ് ഇതിലും യൂസ് ചെയ്യാം. ഇതിലേക്കായിട്ട് സ്പെഷ്യലായിട്ട് ഒരു പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങളുടെ Stcpayയിലേക്ക് പൈസ ആഡ് ചെയ്യുന്നത് ആ രീതിയിൽ ആഡ് ചെയ്ത് അതിൽ കാണുന്ന അതേ ബാലൻസ് ഈ ഒരു കാർഡിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെ ആളുകൾ ചോദിച്ച ചോദ്യങ്ങൾ. അപ്പോൾ വീഡിയോയുടെ തുടർന്നുള്ള ഭാഗത്ത് നമുക്ക് ഈ ഒരു ഫിസിക്കൽ കാർഡിന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ ആപ്പിൾ വാലറ്റിൽ നമ്മുടെ നിലവിലുള്ള ഡിജിറ്റൽ കാർഡോ അല്ലെങ്കിൽ ഫിസിക്കൽ കാർഡോ ഒക്കെ എങ്ങനെ നമ്മുടെ ആപ്പിൾ വാലറ്റിലേക്ക്
ആഡ് ചെയ്യാമെന്ന് നോക്കാം. മറ്റൊന്നുള്ളത് മദാപേ ആണ്. മദാപേ ഇപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ ഇപ്പോൾ നിലവിൽ സൗകര്യമില്ല, കാരണം എൻ്റെ ആൻഡ്രോയിഡ് മൊബൈലിൽ NFC വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് മദാപേ ഇതുപോലെ ഡിജിറ്റൽ വാലറ്റ് വയർലെസ് ട്രാൻസാക്ഷൻ നടത്തുന്ന ആപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൽ NFC എനേബിൾ ആയിരിക്കണം. അപ്പോൾ എല്ലാ മൊബൈലിലൊന്നും NFC ഉണ്ടാകണമെന്ന് ചാൻസ് ഇല്ല. അപ്പോൾ അത്തരം മൊബൈലുള്ളവർക്ക് നിങ്ങൾക്ക് മദാപേ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ഐഫോണിലുണ്ട്, ആൻഡ്രോയിഡിൽ നിങ്ങൾക്ക് ഈ ഒരു മദാപേ പോലത്തെ ആപ്പുകൾ യൂസ് ചെയ്തിട്ട് വയർലെസ് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പല പോസ്റ്റ് മെഷീനിലും ആളുകൾ മൊബൈൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്ന ആ രീതിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള ആപ്പുകളെന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ നിലവിൽ സൗദിയിൽ മദാപേ, അതുപോലെ തന്നെ ആപ്പിൾ പേ, പിന്നെ ഒന്നുള്ളത് സാംസങ് പേ ആണ്. സാംസങ് പേ ഇപ്പോൾ നിലവിലൂടെ ലഭ്യമല്ല. അങ്ങനെ ഈ ഒരു ആപ്പുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആപ്പിൾ വാലറ്റിലേക്ക് ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ തുടർന്നുള്ള വീഡിയോയിൽ ആഡ് ചെയ്യാം. മദാപേ എങ്ങനെ വർക്ക് ചെയ്യും, മദാപേയിൽ എങ്ങനെ ആഡ് ചെയ്യാം, മദാപേ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്നൊരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ കാർഡ് എടുക്കുന്ന ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് Stcpay ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ എൻ്റെ ബാലൻസ് ഈ 330 അപ്പോൾ അതേ ബാലൻസ് നമുക്ക് കാർഡിൽ യൂസ് ചെയ്യാം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമ്മൾ വീണ്ടും കാർഡിലൊന്ന് വരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഡിജിറ്റൽ കാർഡാണ് ഇവിടെ നിങ്ങൾ ഈ കാണുന്നത്. നേരത്തെ നിങ്ങൾക്കറിയാം അവിടെ ഈ ഫിസിക്കൽ കാർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കിപ്പോൾ അത് ആക്റ്റീവായിട്ട് കാണാം. അവിടെ ഫിസിക്കൽ കാർഡ് പ്രീ ഓർഡർ നോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാലൻസിനെ കുറിച്ച് പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു കാർഡ് എടുക്കുമ്പോൾ തന്നെ ക്ലാസിക് ഡിജിറ്റൽ അവൈലബിൾ ലിമിറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഹോമിൽ പോയാൽ നമ്മുടെ Stcpayയിൽ എത്ര ബാലൻസ് ഉണ്ട് അതേ ബാലൻസ് നമുക്ക് ഇവിടെയും യൂസ് ചെയ്യുക, ഈ കാർഡിൽ യൂസ് ചെയ്യാമെന്നർത്ഥം. ഓക്കെ, അതുപോലെ തന്നെ ആപ്പിൾ ഫോണിൽ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ആഡ് ടു ആപ്പിൾ വാലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾ ആപ്പിൾ വാലറ്റിലേക്ക് ആഡ് ചെയ്യാം. അതല്ലാത്തവർ മദാപേയിലേക്കാണെങ്കിൽ ചെയ്യേണ്ടത് ഡിജിറ്റൽ കാർഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ കാർഡ് ഇൻഫർമേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ കാണുന്ന നമ്പറും CVV നമ്പറും അടിച്ചിട്ട് നിങ്ങളുടെ മദാപേയിൽ മാനുവലായിട്ട് ആഡ് ചെയ്യാം. ഇനി ഫിസിക്കൽ കാർഡ് കിട്ടുമ്പോൾ നമുക്കത് സ്കാൻ ചെയ്തിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് ഫിസിക്കൽ കാർഡിനെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ്. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ കാർഡ് എന്നുള്ളൊരു ഓപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ ഏത് കാർഡാണ് വേണ്ടത്, ചിലപ്പോൾ ക്ലാസിക്, പ്ലാറ്റിനം, സിഗ്നേച്ചർ, അതിനെക്കുറിച്ച് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ ക്ലാസിക് കാർഡ് തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് 2 ടൈപ്പ് കാർഡാണുള്ളത്, പച്ചയും നീലയും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടൊരു കളർ സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങൾ Stcpayയിലുള്ള നെയിം വന്നിട്ടുണ്ടാവും. അതായത് നിങ്ങളുടെ കാർഡിൽ കാണേണ്ട നെയിം എന്താണെന്ന് വെച്ചാൽ അതാണ് ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾ കാർഡിൽ പ്രിൻറ്റ് ചെയ്ത് വരേണ്ട നെയിം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെത് ഓട്ടോമാറ്റിക് STCയിൽ ഞാൻ കൊടുത്ത നെയിമാണ് വരുന്നത്. നിങ്ങൾക്കത് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്ന് എനേബിൾ ചെയ്യുക, കണ്ടിന്യൂ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലൊക്കേഷന് എനേബിൾ ആയിട്ട് വരും. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ എൻ്റെ ലൊക്കേഷൻ ഇവിടെ എനേബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ നിൽക്കുന്ന സ്പോട്ടിൽ നിന്നല്ല നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ മാനുവലായിട്ട് ഇതിന്ന് സെർച്ച് ചെയ്ത് ലൊക്കേഷൻ കൊടുത്താൽ മതി. ഇനി നിങ്ങളല്ലെങ്കിൽ നിൽക്കുന്ന ലൊക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ബട്ടണ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ലൊക്കേഷൻ ഓട്ടോമാറ്റിക് മാപ്പിൽ ഫൈൻഡ് ചെയ്ത് തരും. അതിനുശേഷം സെർച്ച് അഡ്രസ് ഇൻ ലൊക്കേഷൻ എന്നുള്ള കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് ഇപ്പോൾ എൻ്റെ അഡ്രസ്സൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഇനി ഈ ഒരു അഡ്രസ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സാണ്, അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാറ്റം വരുത്താം. ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നാഷണൽ ID കൊടുത്ത അതേ അഡ്രസ്സാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ കോൺടാക്റ്റ് ഫോൺ നമ്പർ അവിടെ കാണുന്നുണ്ടാവും. നമ്മൾ Stcpayയിൽ കൊടുത്ത അതേ നമ്പറായിരിക്കും. തുടർന്ന് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഇപ്പോൾ കാർഡിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ അഡ്രസ്സും ഒക്കെ കാര്യം അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തുടർന്ന് കൺഫേം എന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ യുവർ പ്രീ ഓർഡർ ഹാസ് ബീൻ ടേക്കൻ, നമ്മുടെ ക്ലാസിക്കൽ കാർഡിൻ്റെ ഓർഡർ അവർ റിസീവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഡൺ എന്ന് കൊടുക്കുക. ഇനി നമുക്ക് അവർ പോസ്റ്റൽ വഴിയോ അല്ലെങ്കിൽ അവരുടെ ഏജൻറ്റ് വഴിയൊക്കെ നമുക്ക് കാർഡ് നമ്മുടെ കയ്യിൽ ലഭിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ കാർഡിന് അപ്ലൈ ചെയ്യേണ്ടത്. ആപ്പിൾ പേയിൽ ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആപ്പിൾ വാലറ്റ് ഓപ്പൺ ചെയ്യുക. ഞാൻ നിലവിലൊരു കാർഡ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ NCBയുടെ കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് Stcpayയിലെ വിസ കാർഡ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്ലസ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. തുടർന്ന് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് മാനുവലി കാർഡില്ലാത്ത കയ്യിലില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഡിജിറ്റൽ കാർഡാണ്. അപ്പോൾ സ്കാനിങ് ഓപ്ഷൻ നമുക്ക് ലഭ്യമല്ല. താഴെ നിങ്ങൾക്ക് എൻ്റർ ഡീറ്റെയിൽ മാനുവലി എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കാർഡിൻ്റെ നെയിം എന്താ വെച്ചാൽ അറിയാൻ വേണ്ടിയിട്ട് കൊടുക്കുക, ഓപ്ഷനിലാണ്. അതിനുശേഷം നിങ്ങളുടെ കാർഡ് നമ്പർ നിങ്ങൾ Stcpayയിലെ കാർഡ് എന്ന സെക്ഷനിൽ പോയിട്ട് കാർഡിൻ്റെ
കാർഡ് ഇൻഫർമേഷൻ എടുത്താൽ നിങ്ങൾക്ക് കാർഡ് നമ്പറും എക്സ്പയറി ഡേറ്റും CVV നമ്പറും കാണാൻ സാധിക്കും. അപ്പോൾ ആ നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇനി നിങ്ങളുടെ കാർഡിൻ്റെ എക്സ്പയറി ഇയറോട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോർമലി ഒരു 5 ഇയർ വാലിഡിറ്റിയിലാണ് വരുന്നത്, 2025 വരെയാണ്. അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കാർഡിൽ കാണുന്ന CVV നമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഈ കാണുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾ അഗ്രി ചെയ്യുക. ഇനി കാർഡ് വെരിഫിക്കേഷനാണ്. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് OTP വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ നിലവിലുള്ള മൊബൈൽ നമ്പറുടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ആ OTP നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാർഡ് ആൾറെഡി ആക്റ്റീവായി. ഇനി ഈ കാർഡാണ് നിങ്ങൾക്ക് ഡീഫാൾട്ട് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ യൂസ് ആസ് എ ഡീഫാൾട്ട് എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ കൊടുത്ത കാർഡാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നോട്ട് നോ എന്ന് കൊടുക്കുക. അപ്പോൾ ഏത് കാർഡിനാണ് നിങ്ങൾക്ക് പ്രൈമറി വാല്യൂ കൊടുക്കേണ്ടത് വെച്ചാൽ ആ കാർഡ് നിങ്ങൾക്ക് ഡീഫാൾട്ട് ആക്കി വെക്കാം. ഞാനിപ്പോൾ നോട്ട് നോ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കാർഡ് അപ്ലൈ ചെയ്യേണ്ടതും ആപ്പിൾ വാലറ്റിലേക്ക് കാർഡ് ആഡ് ചെയ്യേണ്ടതൊക്കെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഉപകാരമായെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വരുന്നതെങ്കിൽ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് ബെല്ലൈക്കണും അടിച്ചെടുക്കാൻ മറക്കരുത്. കാരണം എല്ലാ ആഴ്ചകളിലും നമ്മൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Naushad, signing off.